സോണിയുടെ ഒരു ഹൈ എൻഡ് മോഡൽ 4K ലേസർ പ്രൊജക്ടറാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോണത്. സോണിയുടെ ഒരു ഹൈ എൻഡ് മോഡൽ എന്ന് പറഞ്ഞാൽ പോലും ഇതിൻ്റെ ഫീച്ചേഴ്സ് വെച്ച് പെർഫോമൻസ് വെച്ച് പറയുകയാണെങ്കിൽ പ്രൈസ് ഒട്ടും കൂടുതലല്ല എന്ന് വേണം പറയാനായിട്ട്. ഒരു സിനിമ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്, ആസ്വദിക്കാനായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഒരു തിയേറ്റർ പണിയുന്ന ടൈമിൽ, ഒരു ഹോം തിയേറ്റർ പണിയുന്ന ടൈമിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാവുന്ന, നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു മോഡലാണ് സോണിയുടെ VPL XW5000ES എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. മൂന്ന് ടൈപ്പ് പ്രൊജക്ടറുകളാണ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ മൂന്ന് ടൈപ്പ് ലൈറ്റ് സോഴ്സ് ഉള്ള പ്രൊജക്ടറുകളാണ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. LED പ്രൊജക്ടർ, ലേസർ പ്രൊജക്ടർ, ലാംപ് ടൈപ്പ് പ്രൊജക്ടർ. ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫ് കിട്ടുന്നതും, ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് വരുന്നതും, ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും നല്ല പിക്ചർ ക്വാളിറ്റി കിട്ടുന്നതും ലേസർ പ്രൊജക്ടറുകൾക്കാണ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോണ സോണിയുടെ XW5000ES എന്ന് പറയുന്ന ഈ ഒരു മോഡല് ലേസർ പ്രൊജക്ടറാണ്. ഇതൊരു സ്റ്റാൻഡേർഡ് ത്രോ പ്രൊജക്ടറാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. രണ്ട് കളറുകളിൽ ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുണ്ട്, ബ്ലാക്കും വൈറ്റും. ഡിസൈൻ ബേസ് നോക്കുകയാണെങ്കിൽ വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കമ്പനി ഈ ഒരു മോഡലിൽ കൊടുത്തേക്കുന്നത്. സെൻട്രലായിട്ട് നമുക്ക് ലെൻസിൻ്റെ ഭാഗം കാണാനായിട്ട് സാധിക്കും. ലെൻസ് ക്യാപ്പും കമ്പനി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡ്വാൻസ്ഡ് ലെൻസ് ടെക്നോളജി, അതുപോലെ ഹൈ ക്വാളിറ്റി ലെൻസുമാണ് കമ്പനി ഈ ഒരു മോഡലിന് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇമേജിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥാനം, വലിപ്പം ക്രമീകരിക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കുള്ളൂ. 80 ഇഞ്ച് മുതൽ 300 ഇഞ്ച് വരെയാണ് XW5000ES എന്ന് പറയുന്ന ഈ ഒരു മോഡലിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത്. എയർ സർക്കുലേഷന് വേണ്ടി ഫ്രണ്ടിലും ബാക്കിലും സൈഡിലൊക്കെ ആയിട്ട് ആ ഒരു ഗ്രിൽ പാറ്റേൺ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. ഒരു ലാംപ് ടൈപ്പ് പ്രൊജക്ടറിനെ അപേക്ഷിച്ച് നോയ്സും ഹീറ്റും നമുക്ക് വളരെ കുറവാണ് ലേസർ പ്രൊജക്ടറുകൾക്ക്. തീരെ ഇല്ല എന്നല്ല പറയണത്, പക്ഷേ വളരെ കുറവാണ് വരുന്നത്. ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഈ ഒരു മോഡലിന് മൊത്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സൈഡിലായിട്ട് നമുക്ക് കണക്റ്റിംഗ് പോർട്ടുകൾ ഇവിടെ താഴെയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മെറ്റലിലാണ് കമ്പനി കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ലാൻഡ് പോർട്ട് കാണാനായിട്ട് സാധിക്കും. കേബിൾ വഴി നമുക്ക് നെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു പോർട്ട് വരുന്നത്. രണ്ട് HDMI ഇൻപുട്ടുകൾ വരുന്നുണ്ട്. രണ്ടും 4K ഇൻപുട്ടാണ് വരുന്നത്. HDCP 2.3 ആണ് ഇൻപുട്ട് കൊടുത്തേക്കുന്നത്. ട്രിഗർ പോർട്ട് നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. എന്തിനാണ് ട്രിഗർ പോർട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ട് പ്രൊഡക്റ്റുകൾ തമ്മിൽ ട്രിഗർ പോർട്ട് വഴി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മറ്റേ പ്രൊഡക്റ്റും ഓൺ ആവാൻ വേണ്ടിയാണ് ട്രിഗർ പോർട്ട് യൂസ് ചെയ്യണത്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു AVRും ഒരു പ്രൊജക്ടറും തമ്മിൽ ട്രിഗർ പോർട്ട് വഴി കണക്ട് ചെയ്തേക്കാണ്. ഞാൻ AVR ഓൺ ആക്കുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പ്രൊജക്ടറും ഓൺ ആവാൻ വേണ്ടി സെപ്പറേറ്റ് പ്രൊജക്ടറിൻ്റെ റിമോട്ട് എടുത്ത് നമ്മൾ ഓൺ ആക്കുന്നതിന് പകരം AVR ഓൺ ആക്കുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ പ്രൊജക്ടറും ഓൺ ആവാൻ വേണ്ടിയാണ് ട്രിഗർ പോർട്ട് യൂസ് ചെയ്യണത്. അടുത്തത് IRin. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ IRin റിമോട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ളതാണ്. തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് 9 പിൻ റിമോട്ട് ജാക്കും കമ്പനി കൊടുത്തിട്ടുണ്ട്. ഒരു പെൻഡ്രോയിഡ് പോർട്ടും കമ്പനി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൈഡിലായിട്ട് നമുക്ക് ഇത്തരത്തിൽ ഒരു കൺട്രോൾ പാനൽ ബോർഡ് കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിമോട്ട് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു പ്രൊജക്ടർ പ്രവർത്തിപ്പിക്കാനായിട്ട് അത് സഹായിക്കും. ഇനി ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു ലേസർ പ്രൊജക്ടറാണ്. 80 ഇഞ്ച് മുതൽ 300 ഇഞ്ച് വരെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻ സൈസ്, ഈ ഒരു പ്രൊജക്ടറിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത്. ലൂമിനസ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് പറയുകയാണെങ്കിൽ 2000 ലൂമിനസ് ആണ് വരുന്നത്. 2000 ലൂമിനസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളിത് വളരെ കുറവായി പോയി എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം ഇത് സോണിയുടെ 2000 ലൂമിനസ് ആണ്. സോണിയുടെ 2000 ലൂമിനസ് എന്ന് പറയുമ്പോൾ അത് വളരെ ഹൈ ആണ്. ഒരു വെട്ടമുള്ള ഒരു റൂമിൽ ഈ ഒരു പ്രൊജക്ടർ നിങ്ങൾ ഓണാക്കി വെച്ചാൽ പോലും ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റി ബെസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് കമ്പനി പറയണത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ലിവിങ് റൂം കൺസെപ്റ്റായിട്ട് ഈ ഒരു പ്രൊജക്ടർ യൂസ് ചെയ്യാമെന്ന്. റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഇതൊരു നേറ്റീവ് 4K റെസൊല്യൂഷൻ പ്രൊജക്ടറാണ് വരുന്നത്. 8.3 മില്യൺ 3840 × 2160 പിക്സൽസ്. ഒരു യഥാർത്ഥ 4K പിക്സൽ റേഷ്യോ ആണ് ഞാൻ പറഞ്ഞത്. ഇതൊരു നേറ്റീവ് 4K റെസൊല്യൂഷൻ പ്രൊജക്ടറാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു, നമ്മളെപ്പോഴും നേറ്റീവ് റെസൊല്യൂഷനാണ് നോക്കേണ്ടത്. യാതൊരു വിധത്തിലുള്ള പിക്സൽ ഷിഫ്റ്റിംഗ് ടെക്നോളജീസും കമ്പനി ഈ ഒരു മോഡലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്താണ് പിക്സൽ ഷിഫ്റ്റിംഗ് ടെക്നോളജീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറഞ്ഞ പിക്സൽസിനെ അപ്സ്കെയിൽ ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ പിക്സൽ ഷിഫ്റ്റിംഗ് ടെക്നോളജീസ് യൂസ് ചെയ്യണത്. അത്തരത്തിലുള്ള ഒരു പിക്സൽ ഷിഫ്റ്റിംഗ് ടെക്നോളജീസിൻ്റെയും ആവശ്യം ഈ ഒരു പ്രൊജക്ടറിന് ഇല്ല. കാരണം ഇതൊരു 100% 4K റെസൊല്യൂഷൻ പ്രൊജക്ടറാണ്. ഇനി ഈ ഒരു മോഡലിന്റെ ഡിസ്പ്ലേ പാനൽ ടെക്നോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേറ്റീവ് 4K SXRD പാനലാണ് ഈ ഒരു പ്രൊജക്ടറിൽ യൂസ് ചെയ്തേക്കുന്നത്. എന്താണ് SXRD പാനൽ?
പിക്ചർ ക്വാളിറ്റിക്കും കോൺട്രാസ്റ്റ് റേഷ്യോയ്ക്കും വേണ്ടി പേര് കേട്ട സോണിയുടെ ഏറ്റവും നല്ല സാങ്കേതിക വിദ്യയാണ് SXRD അഥവാ സിലിക്കൺ എക്സ്ട്രാൽ റിഫ്ലക്റ്റീവ് ഡിസ്പ്ലേ. ഇനി പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ X1 ബ്രാവിയ എഞ്ചിനാണ് ഈ ഒരു പ്രൊജക്ടറിൽ യൂസ് ചെയ്തേക്കുന്നത്. സോണിയുടെ ഹൈ എൻഡ് LED TVകളിലൊക്കെ നമ്മൾ കണ്ടുവരാറുള്ള X1 പ്രൊസസ്സർ, ആ ഒരു ടൈപ്പ് പ്രൊസസ്സർ തന്നെയാണ്, ആ ഒരു X1 പ്രൊസസ്സർ തന്നെയാണ് ഈ ഒരു പ്രൊജക്ടറിലും കൊടുത്തേക്കുന്നത്. സാധാരണ ഒരു പ്രൊസസ്സർ എന്ന നിലയ്ക്ക് നമുക്കത് അങ്ങോട്ട് പറഞ്ഞു പോകാനായിട്ട് സാധിക്കില്ല. കാരണം ഒരു പിക്ചറിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നൽകാനായിട്ട് X1 പ്രൊസസ്സറിന് സാധിക്കും. X1 പ്രൊസസ്സറിൽ ഒബ്ജക്റ്റ് ബേസ് സൂപ്പർ റെസല്യൂഷൻ എന്ന് പറഞ്ഞൊരു പ്രത്യേകത നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. ഒബ്ജക്റ്റ് ബേസ് സൂപ്പർ റെസല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വീഡിയോയിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഫോക്കസ് ചെയ്ത് കാണിക്കുന്ന സമയത്ത് അതിപ്പോൾ ഒരു ലീഫാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക, അതിൽ ഒത്തിരി ഡീറ്റെയിലിംഗ് ഉണ്ടാവും. ഈ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാനായിട്ട്, നമുക്ക് മനസ്സിലാകാനായിട്ട് അതിനാവശ്യമായിട്ടുള്ള കളറുകൾ നൽകി, അതിനാവശ്യമായിട്ടുള്ള ബ്രൈറ്റ്നസ് നൽകി ആ ഒരു ഒബ്ജക്റ്റിന് കൂടുതൽ തെളിമയാർന്ന് ഒരു കൂടുതൽ നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നൽകാനായിട്ട് ഒബ്ജക്റ്റ് ബേസ് സൂപ്പർ റെസല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനാലിറ്റി കൊണ്ട് സാധിക്കും. ഇതുകൂടാണ്ട് ഡ്യുവൽ ഡാറ്റാബേസ് പ്രോസസ്സിംഗ് എന്നൊരു ടെക്നോളജി കൂടി നമുക്ക് X1 പ്രൊസസ്സറിൽ കാണാനായിട്ട് സാധിക്കും. രണ്ട് രീതിയിലുള്ള പ്രോസസ്സിംഗ് ആണ് ഇതിൽ നടക്കുന്നത്. നോയ്സ് റിഡക്ഷൻ ഡാറ്റാബേസും അപ്സ്കെയിലിംഗ് ഡാറ്റാബേസും. നോയ്സ് റിഡക്ഷൻ ഡാറ്റാബേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കൂരിരുട്ട് അല്ലെങ്കിൽ നല്ല തെളിഞ്ഞ അന്തരീക്ഷം, ആകാശം, ഇതിൻ്റെയൊക്കെ സിമിലർ ആയിട്ടുള്ള ഇമേജുകൾ ഡ്യുവൽ ഡാറ്റാബേസിൻ്റെ ഉണ്ടാകും. ഈ ഇമേജുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജിൽ ആവശ്യമില്ലാത്ത നോയ്സുകളെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നോയ്സ് റിഡക്ഷൻ ഡാറ്റാബേസ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത് അപ്സ്കെയിലിംഗ് ഡാറ്റാബേസ്. അപ്സ്കെയിലിംഗ് ഡാറ്റാബേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഇമേജുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജിലേക്ക് ആവശ്യമായിട്ടുള്ള കളറുകൾ നൽകി, ബ്രൈറ്റ്നസ് നൽകി ആ ഒരു ഇമേജിനെ അപ്സ്കെയിൽ ചെയ്ത്, ആ ഒരു വീഡിയോനെ അപ്സ്കെയിൽ ചെയ്ത് നൽകാൻ വേണ്ടിയാണ് അപ്സ്കെയിലിംഗ് ഡാറ്റാബേസ് യൂസ് ചെയ്യണത്. ഈ ഒരു പ്രൊജക്ടറിൽ ട്രിലുമിനസ് പ്രോ കളർ എഞ്ചിനാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. റെഡ്, ഗ്രീൻ, ബ്ലൂ ഈ 3 കളറിൻ്റെ കോമ്പിനേഷനിലാണ് നമുക്ക് ട്രിലുമിനസ് പ്രോ കളർ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നത്. കളർ ബൂസ്റ്റിംഗ് ആണ് ഇതിൽ പ്രധാനമായിട്ട് നടക്കുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫുട്ബോൾ കളിയോ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് കളിയോ കാണുകയാണ്, അതിൻ്റെ ആ ഒരു ഗ്രൗണ്ടിൻ്റെ കളറ് നോർമൽ ഒരു പച്ചപ്പാണ് അല്ലെങ്കിൽ അതൊരു മങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇമേജിനോട്, ആ ഒരു വീഡിയോയോട് നമുക്ക് വലിയ ഇഷ്ടം തോന്നില്ല. ആ സമയത്ത് ആ ഒരു ഗ്രൗണ്ടിൻ്റെ കളറ്, ആ ഒരു പച്ചപ്പ് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ, കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോയോട് അല്ലെങ്കിൽ ആ ഒരു ഇമേജിനോട് കുറച്ചും കൂടി നമുക്കൊരു ഇഷ്ടം തോന്നും, അത് കണ്ടിരിക്കാൻ തോന്നും. ഈ ഒരു ടെക്നോളജി എന്ന് വെച്ചാൽ ഒരു ഇമേജിലെ ആ ഒരു കളറുകളെ കുറച്ചും കൂടി ബൂസ്റ്റപ്പ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ട്രിലുമിനസ് പ്രോ കളർ എഞ്ചിൻ യൂസ് ചെയ്യണത്. ഈ ഒരു പ്രൊജക്ടറിൽ HDR വൈറ്റ് കളർ ഗാർമെൻറ്റ് കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കളർ ഷെയ്ഡുകൾ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. നമ്മളൊരു ഗ്രീനറി കാണുകയാണെങ്കിൽ അവിടെ പല ഷെയ്ഡിലുള്ള ലീഫുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ ലീഫുകളും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കളർ ഷെയ്ഡുകൾ നൽകാനായിട്ട് ഈ ഒരു HDR വൈറ്റ് കളർ ഗാർമെൻറ്റ് കൊണ്ട് സാധിക്കും. അതുപോലെ നമുക്ക് IMAX എൻഹാൻസും ഈ ഒരു മോഡലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. IMAX എൻഹാൻസ്ഡ് ആണ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ IMAX ആയിരിക്കില്ല, എൻഹാൻസ് ചെയ്ത IMAX വീഡിയോസ് നമുക്കിതിൽ ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രൊജക്ടറിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇതൊരു ഹൈ എൻഡ് പ്രൊജക്ടറാണ്. എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ഫീച്ചേഴ്സ് വെച്ച്, പെർഫോമൻസ് വെച്ച് പറയുകയാണെങ്കിൽ പ്രൈസ് ഒട്ടും കൂടുതലല്ല എന്ന് വേണം പറയാനായിട്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് പറയട്ടെ. 5,50,000 രൂപയാണ് ഈ ഒരു പ്രൊജക്ടറിൻ്റെ MRP വരുന്നത്. MRP ആണ് പറഞ്ഞത്, നിങ്ങൾ കാര്യമാക്കേണ്ട. ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് തരാനായിട്ട്, നിങ്ങൾക്ക് എത്തിച്ചു തരാനൊക്കെ ആയിട്ട് സാധിക്കും. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു തിയേറ്ററൊക്കെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു മോഡലും കൂടി നിങ്ങൾ പരിഗണിക്കുക, കമ്പയർ ചെയ്ത് നോക്കുക. പിന്നെ ഒരു മിഡ് റേഞ്ച് പ്രൊജക്ടറും ഹൈ എൻഡ് പ്രൊജക്ടറും തമ്മിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യത്യാസം ഞാൻ എത്ര പറഞ്ഞു തന്നാലും, അതിൻ്റെ പിക്ചർ ക്വാളിറ്റിയുടെ വ്യത്യാസം പോലും ഞാൻ എത്ര പറഞ്ഞു തന്നാലും നിങ്ങൾക്കത് എത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് സാധിക്കണം എന്നില്ല. ഞാനിപ്പോൾ ഇതിലൊരു വീഡിയോ എടുത്തിട്ട് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ പോലും ഇമേജിൽ ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നിരുന്നാലും വലിയൊരു വ്യത്യാസമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാകില്ല. അങ്ങനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ഡെമോ തിയേറ്ററിൽ ഈ ഒരു പ്രൊജക്ടർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് വന്ന് കണ്ട് ആസ്വദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു തിയേറ്റർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച്
ഞാൻ വീണ്ടും പറയാണ്, ഏറ്റവും നല്ല പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് നിങ്ങൾക്കത് ചെയ്തു തരാനായിട്ട്, നിങ്ങളുടെ ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്കത് ചെയ്തു തരാനായിട്ട് സാധിക്കും. നിങ്ങൾ കോട്ട് എടുക്കുക, എന്നിട്ട് പ്രൈസ് കൊണ്ട് ഓക്കെ ആണെങ്കിൽ മാത്രം ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ സൈനിങ് ഓഫ്, ബൈ.